ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കണേനല്ലേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ചായ കുടിക്കുന്നു, പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അതൊക്കെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, നേരെ റൂമിലോട്ട് വരുന്നു, ഫോണിൽ കളിക്കുന്നു, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, പിന്നെ ഉച്ചയ്ക്ക് പോയി ചോറുന്നു, വീണ്ടും വരുന്നു, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാനുണ്ടാവില്ല. പക്ഷെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ അതുകൊണ്ട് ഈവനിങ് ഒക്കെ പുറത്ത് പോകും, ബീച്ചിലൊക്കെ പോകും. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കാണിക്കാൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഞാൻ സാധാരണ എഴുന്നേറ്റ് ഉടനെ തന്നെ വെള്ളം കുടിക്കും. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇതിൽ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് സാധാരണ കിച്ചണിൽ പോയിട്ടാണ് കുടിക്കാറ്. ഇതിപ്പോൾ ഏതായാലും ഇതിൽ ബാക്കിയുള്ളതുകൊണ്ട് ഇതൊന്നും തന്നെ കുടിക്കാൻ വിചാരിച്ചു. നമ്മൾ ഹൈഡ്രേഷനൊക്കെ വെള്ളം മസ്റ്റാണ്. അതുപോലെ നമുക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ നമ്മൾ വെള്ളം നല്ലോണം കുടിക്കണം. മിനിമം 2 ലിറ്ററെങ്കിലും കുടിക്കണം. എനിക്കൊക്കെ പെട്ടെന്ന് യൂറിൻ ഇൻഫെക്ഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ മേടിച്ചത്. ഇതിലാകുമ്പോൾ ടൈമൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ടൈമൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുടിക്കാം. ഇനി നേരെ പോയിട്ട് പല്ല് തേക്കണം. നമുക്ക് പല്ല് തേക്കുന്നത് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പം നേരം പരപരാന്ന് വെളുത്തിട്ടുണ്ട് ഗൈസ്. നല്ല ക്ലൈമറ്റ് ആണ്. പക്ഷേ ഈ ക്ലൈമറ്റ് ഒന്നും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരിക്കും, ഇടിമഴയായിരിക്കും. പുറത്തൊക്കെ പോകണം വിചാരിക്കുന്നതുകൊണ്ട് മഴ പെയ്യല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മഴ പെയ്താൽ കഴിഞ്ഞ് ഇനി 18-ാം പടി ഇറങ്ങിയിട്ട് വേണം എനിക്ക് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ രാവിലെ പല്ല് തേക്കുന്നത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് പല വീഡിയോയിലും. അപ്പോൾ പിന്നെ ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തണ്ട, പല്ല് തേക്കുന്ന മുതൽ ഞാൻ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലർക്ക് ഇത് കാണുമ്പോൾ ക്രിഞ്ച് അടിക്കായിരിക്കും, അങ്ങനെയുള്ളൊരു ഫാസ്റ്റ് അടിക്കാം. നാളെ ഞാൻ വയനാട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. വയനാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ കൺഫേം ആയിട്ടില്ല. പോകണോ പോകണ്ടേ എന്നുള്ള കൺഫ്യൂഷനല്ല. മിക്കവാറും പോകും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു 90% പോകും. പിന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മെന്നിയാന്ന് എനിക്ക് 60 സബ്സ്ക്രൈബറേ ഉള്ളത്. അപ്പോൾ ഇന്നലെ അതൊരു 180 സംതിങ് ആയി. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു 208 എങ്ങാനും ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റും കൂടി ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ പോയി ചായ കുടിക്കാം. എനിക്കാണ് വിശന്നിട്ട് വയ്യ. എന്താണ് കഴിക്കാനുള്ളത് നോക്കട്ടെ. തുറക്കടാ. അപ്പോൾ ഇതാണ് പൊരിച്ച പത്തിരി. നമ്മൾ പൊരിച്ചെടുക്കുന്ന പത്തിരിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കറിയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കറി ഇല്ലെങ്കിൽ ഇവിടെയാണ് കറി ഉള്ളത്. എന്ത് കറിയാന്ന് നോക്കട്ടെ. ഓ, ഇത് ഉപ്പേരിയാണല്ലോ. നല്ല മീൻകറി ആയിരിക്കും. യെസ്, വിചാരിച്ചപ്പോൾ തന്നെ മീൻകറിയും കുഴപ്പമൊന്നുമില്ല. ഇതിനടിപൊളിയാണ്. അപ്പോൾ ഞാൻ 3 പൊരിച്ച പത്തിരി മയലക്കറി എടുത്തിട്ടുണ്ട്. എനിക്ക് പൊതുവേ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി. അതെന്താണെന്നറിയില്ല. രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റുണ്ടെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ചായ ഒക്കെ കുടിക്കാൻ അറിയാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറില്ല. കാരണം ഒന്നാമത് വിശക്കും, രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് മെലിയുന്ന ശരീരമാണ്. അപ്പോൾ തിന്നാതെ കൂടി ഇരുന്നാൽ 1-2 കിലോ ഒറ്റയടിക്ക് കുറയും. ഈ പൊരിച്ച പത്തിരി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ കറി ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. കറി ഇല്ലാതെ കഴിച്ചാൽ അടിപൊളിയാണ്, കറി ഉണ്ടായിട്ട് കഴിച്ചാലും അടിപൊളിയാണ്. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കൊരു ഷോർട്സ് വീഡിയോ വോയിസ് ഓവർ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിനി അത് പോയിട്ട് ചെയ്യട്ടെ. ഇതാണ് എൻ്റെ തക്കുടുവാവേ. കോഴിക്കൊണ്ടോ ഒരു ഹായ് പറയടാ. സുന്ദര ആരാടാ അവിടെ ഉള്ളത്? ആരാ അവിടെ ഉള്ളത്? പോരെ പെണ്ണില്ലേ? അതിലടിക്കുകയാണേ. അതിലടിക്കുക പെണ്ണില്ലല്ലോ. അപ്പോൾ ഓക്കെ, ബൈ. പടിമേലെ നിൽക്കും ചന്ദ്രനോ ഇടുക്കം. ഞാൻ പോയിട്ട് എൻ്റെ വണ്ടി ഒന്ന് കഴുകട്ടെ. വണ്ടി കഴുകിയിട്ട് ഇപ്പോൾ കുറേ ആയി. അതിന് മാത്രം ചളിയൊന്നുമില്ല. മെയിനായിട്ട് ഇതായി കാല് വെക്കുന്ന ഈ സ്ഥലത്ത് മാത്രമേ ചളിയുള്ളൂ. ഇവിടെ ആണല്ലോ കൂടുതലും ചളി വരിക. പിന്നെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ ചളിയില്ല, കാര്യമായിട്ടുള്ള ചളിയൊന്നുമില്ല.
വണ്ടിയുടെ ബ്രേക്ക് വളരെ കുറവാണ്, ഫ്രണ്ടിലും കുറവാണ്, ബാക്കിലാണെങ്കിൽ പിന്നെ തീരെ ഇല്ല. അപ്പം ബ്രേക്കൊന്ന് റെഡിയാക്കണം. കാരണം നാളെ വയനാടൊക്കെ പോവുകയാണെങ്കിൽ ബ്രേക്കില്ലാതെ പോയാൽ നല്ല പണി കിട്ടും. ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്യട്ടെ. എനിക്ക് പൊതുവേ വണ്ടി കഴുകാൻ ഭയങ്കര മടിയാണ്. എൻ്റെ ഉമ്മയാണ് വണ്ടി കഴുകിത്തരല്. ഇന്ന് പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കഴുകാറ്. അപ്പോൾ ഈ വണ്ടി ഇവിടെ കഴുകുന്ന ഒരു സ്പഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ നോക്കിയിട്ടും കാണുന്നില്ല. തൽക്കാലം നമുക്ക് വല്ല ചകരിയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഉരയ്ക്കാം. തൽക്കാലം ഞാൻ ഈ ഷാമ്പുവിനോടാണ് കഴിക്കുന്നത്. കാർ വാഷ് അല്ലെങ്കിൽ നമ്മളെ വണ്ടിയൊക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ഷാമ്പു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വാഷ് ചെയ്യുന്നിടത്ത് ആദ്യമൊക്കെ 100 രൂപയായിരുന്നു, ഇപ്പോൾ 150 200 എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. റേറ്റൊക്കെ കൂടിയിട്ടുണ്ട്. ഷാമ്പു പൊളിയാട്ടോ. ഷാമ്പു യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ പതയുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റ തവണ മാത്രമേ എടുത്തില്ല, എന്നിട്ട് തന്നെ നല്ലപോലെ പതയുന്നുണ്ട്. കണ്ടില്ലേ? നമ്മുടെ വണ്ടീൻ്റെ ഓവറോൾ വാഷ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഈ ഭാഗം വാഷ് ചെയ്യാം. ഇതുപോലെ ഒരു ചേരി എടുക്കുക, അതിലോട്ട് കുറച്ച് ഷാമ്പു അങ്ങോട്ടാക്കി കൊടുക്കുക. സംഭവം സെറ്റ്. അവിടെ എന്നോട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വെച്ച് നോക്കി, പക്ഷെ ചളി കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ അവിടെ സെറ്റായിട്ട് നിൽക്കുന്ന ചളിയാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ അവിടെ സെറ്റായിട്ട് നിൽക്കുന്ന ചളിയാണ്. നല്ലോണം വെച്ച് പോക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു തവണയും കൂടി ഷാമ്പൂ ഇട്ടിട്ട് വെച്ച് വെക്കി നോക്കാം. നോക്കാമല്ലോ. കഴിഞ്ഞു ഗായ്സ്, കഴിഞ്ഞു. നമ്മൾ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ചളിയൊക്കെ പോയി. പിന്നെ ടയറൊന്നും വാഷ് ചെയ്യുന്നില്ല, അതൊക്കെ കുറച്ച് ഓവറല്ലേ. പിന്നെ ടയർ വാഷ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, മണ്ണ് തന്നെയല്ല ഇറക്കാനുള്ളത്. കഴിഞ്ഞ് ഇവിടെ മൊത്തം ഞാൻ ഒരു കുളമാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. വണ്ടി വാഷ് ചെയ്തതാ, ഫുൾ കുളമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് നല്ലപോലെ സെറ്റായില്ലേ, ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഈ ചവിട്ടുന്ന സ്ഥലത്താണ് കുറച്ച് പ്രശ്നം. അവിടുത്തെ ചളി അങ്ങോട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. ഇപ്പം നല്ല പുത്തൻ വണ്ടി പോലെ ആയില്ലേ. ഇനി വെയിലുള്ളിടത്ത് നിർത്താം. ആ ഭാഗത്ത് കുറച്ച് വെയിൽ കാണുന്നുണ്ട്, അവിടെ കൊണ്ടുപോയി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ വണ്ടി ഇവിടെ വെയിലത്ത് നിർത്തിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് പുകയൊക്കെ പാറുന്നുണ്ട്. പണി പാളിയ ഗൈസ്. ഇനി അവിടെ കിടന്ന് ഉണങ്ങട്ടെ. പിന്നെ ഡ്രസ്സ് മൊത്തം നന്നെ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇത് വാഷ് ചെയ്യാനുള്ളതാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് വാഷ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു ബക്കറ്റിൽ സോപ്പിൽ മുക്കി വെക്കാം. ഇതിൽ കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുക്കട്ടെ. സോപ്പും പൊടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ആദ്യം എൻ്റെ 2 അണ്ടർവെയറും ഷോക്സ് മുക്കിയേക്കാം. ഈ പാൻറ്റും ടീഷർട്ടും കൂടിയാണ് മുക്കിയേക്കാനുള്ളത്. ഞാൻ ആദ്യം പോയിട്ട് വേറെ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതെന്തായാലും 1 മണിക്കൂർ ഇവിടെ ഇനി സോപ്പും പൊതയിൽ കിടക്കട്ടെ, എന്നിട്ട് വാഷ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നല്ല വെയിൽ വന്നാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ മതി. ഹായ്, ഞാനിപ്പം കാലിക്കറ്റ് പോകാൻ നിൽക്കുകയാണ്. ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ നട്ട
നട്ടുച്ചക്കാണ് കേട്ടോ കാലിക്കറ്റ് ടൗണിലോട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നട്ടുച്ചക്ക് പോകുന്നത്. ഇപ്പോൾ സമയം 12:30 മണിയായിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സൺഡേയും കാലിക്കറ്റ് പോകുന്നുണ്ട്. ഞങ്ങളെ അകയിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് കാലിക്കറ്റ് സൺഡേസിൽ പോകുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഈവനിങ് മാത്രമേ പോകാറുള്ളൂ. പക്ഷേ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, അവന് മലപ്പുറത്ത് നിന്ന് വരികയാണ്. അപ്പോൾ അവന് ഒരു 6 മണി 7 മണിയാകുമ്പോൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അധികം ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടുമല്ലോ. നട്ടപ്ര വെയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ തല ഇങ്ങനെ പൊട്ടിത്തെറിക്കണിട്ടാൽ ചൂടും വെയിലും. പിന്നെ വെറുതെ ടാൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മാസ്കും അതുപോലെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അത്രയെങ്കിലും പ്രൊട്ടക്ഷൻ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. അങ്ങനെ ഞങ്ങൾ പറയുകയാണെങ്കിൽ കാലിക്കറ്റ് എത്തി. ഞങ്ങൾ നേരെ ഇപ്പം പോകുന്നത് മുട്ടായി തെരുവിലോട്ടാണ്. എൻ്റെ അമ്മയും സിസ്റ്ററും രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊന്ന് കാണണം. പിന്നെ എൻ്റെ ഫ്രണ്ടിനും എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ മുട്ടായി തെരുവിലെ അവസ്ഥ ഇതാണ്. വെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നിട്ട് ആ വെയിൽ. നമുക്ക് തലവേദന വരാൻ വേറൊന്നും വേണ്ട. ഈ വെയിൽ കുറച്ച് നേരം ഒന്ന് കൊണ്ടാകും. പിന്നെ മുട്ടായി തെരുവിലെ തിരക്ക് നോക്ക് നിങ്ങൾ. വെയിലാണ് ഉച്ചയാണെന്ന് പറഞ്ഞിട്ട് ആരും വരാതെ നിൽക്കുന്നില്ല. നല്ല തിരക്ക്. പിന്നെ ഞാൻ എൻ്റെ അമ്മനെയും സിസ്റ്ററിനെയും കൊണ്ട് നേരെ ആര്യഭവനിലോട്ട് പോയി. അവിടെ പോയിട്ട് അവർക്ക് നല്ലൊരു സദ്യ വാങ്ങിക്കൊടുത്തു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് അവനും സദ്യ മതി എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് കഴിച്ചു. എനിക്കും സത്യം പറഞ്ഞാൽ സദ്യ കഴിക്കാനായി പൂതി. പക്ഷെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് അവൻ പറഞ്ഞു അവനക്ക് റഹ്മത്ത് നിന്നുള്ള ബിരിയാണി തന്നെ കഴിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ബിരിയാണി ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ ബിരിയാണി കഴിച്ചാൽ നല്ല ഉറക്കം വരും. മാത്രമല്ല നല്ല റേറ്റും ആയിരിക്കും റഹ്മത്തൊക്കെ ബിരിയാണി എന്ന് പറഞ്ഞാൽ. പിന്നെ അവൻ്റെ നിർബന്ധത്തിന് വാങ്ങി അങ്ങനെ റഹ്മത്ത് ഹോട്ടലിലോട്ട് പോയി. ആര്യഭവൻ്റെ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ റഹ്മത്ത് ഹോട്ടലിലേക്ക്. ഈ റെയിൽവേ ട്രാക്കൊക്കെ മുറിച്ച് കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. റഹ്മത്ത് ഹോട്ടലിൽ പോയപ്പോഴാണെങ്കിലോ അവിടെ ഒടുക്കത്തെ ക്യൂ. ഒരു 2 മണിക്കൂറെങ്കിലും അവിടെ നിന്നാലേ നമുക്ക് ഫുഡ് കിട്ടും എന്നുള്ള അവസ്ഥയായി. അവിടെ കൂടുതലും വന്നിങ്ങനെ ഫാമിലീസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ 2 പേര് ഇരിക്കാനുള്ള സീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വേഗം അങ്ങോട്ട് വിളിച്ചു. അത് ഭാഗ്യം എന്ന് പറയാലോ. അതുകൊണ്ട് ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇനി ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ചോറിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. മസാല ഒരു ലോഡ് ഉണ്ടായി. പിന്നെ ചിക്കന്റെ പീസ് എന്ന് പറയുന്നത് 2 ചെറിയ കഷ്ണം. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഹാഫ് ബിരിയാണി ആണെങ്കിൽ തന്നെ അത്യാവശ്യം വലിയ പീസ് കിട്ടും. ഇനി ഫുൾ ബിരിയാണി ആണെങ്കിൽ 2 വലിയ പീസ് കിട്ടും. പക്ഷെ ഇവിടെ 2 ചെറിയ കഷ്ണം പീസാണ് കിട്ടിയത്. മസാല ഒക്കെ ഭയങ്കര എരിവായിരുന്നു. ബിരിയാണി കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പ് മാറുകയും ചെയ്തില്ല. 280 രൂപ ബില്ല് വരികയും ചെയ്തു. അവൻ ബീഫ് ബിരിയാണി, ഞാൻ അതുപോലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണിയെക്കാട്ടും റേറ്റ് കുറവായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണിക്ക്. ഞാൻ അവനോട് പറഞ്ഞു ഇനി മേലാൽ റഹ്മത്തോട്ടിലേക്ക് ബിരിയാണി കഴിക്കാനെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുന്നത്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെ പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ റേറ്റിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഇല്ല ബിരിയാണി. വെയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറി ഒന്ന് തണലൊക്കെ ആയിട്ട് ബീച്ച് പോകാൻ വിചാരിച്ചു. അതുവരെ നമ്മളിവിടെ മാനാഞ്ചിറ എവിടെയെങ്കിലും തണലത്തിരിക്കാൻ വിചാരിച്ചു. ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ഫുൾ ക്രൗഡായിരുന്നു മൊത്തത്തിൽ. ഞങ്ങളടുത്ത് ഇനി ബീച്ചിലോട്ടാണ് പോകാൻ പോകുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ടിന്റെ പാന്റ് ലൂസ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് അത് ടെക്ക് ചെയ്യാൻ പോയിക്കാം. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ബീച്ചിലോട്ട് നടക്കാം. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് നടന്നിട്ടാണ് പോകുന്നത്. വണ്ടിമേൽ 3 ആൾ പോയാൽ എന്തായാലും ഫൈന് കൊടുക്കും. അതുകൊണ്ട് നടന്നാ പോകുന്നത്. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ കാലിക്കറ്റ് ബീച്ചിലെത്തി. ഒരു ക്യൂട്ട് കുട്ടി. അകയിലൊരു ഡൈൻമ ലൈഫ് തുടങ്ങിയിട്ട് എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ 3 പേരും ഇവിടെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവരാരും തല കാണിക്കാത്ത വേറൊന്നുമല്ല. ഇവരാരും എന്താ പറയാ ഫെയിം ആഗ്രഹിക്കുന്നില്ല എന്നാ പറഞ്ഞത്. അത് മോളല്ല മോനാ. അതോ അതാ അവിടെ ഒരു ആഫ്രിക്കക്കാരി നടന്നു പോണ ബോയാന്ന് വിചാരിച്ച ഗേളല്ലേ. ഞങ്ങൾ പിന്നെ ഒരു 6:30 ആയപ്പം ബീച്ചിൽ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് നല്ല മഴ ചെയ്തു. അപ്പോൾ കുറേ സമയം ഇങ്ങനെ മഴ തോരാൻ വേണ്ടിയിട്ട് കയറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് SM സ്ട്രീറ്റിലോട്ടാണ്. ഇവിടെ പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ക്രൗഡിന് ഒരു കുറവും ഉണ്ടാവില്ല. ഞങ്ങൾ നേരെ പോയത് SM സ്ട്രീറ്റിലെ സൺഡേ മോളിലാണ്. ഇവിടെ എല്ലാ സാധനത്തിനും റേറ്റ് വളരെ കുറവാണ്. ഇവിടെ ഓരോന്നിൻ്റെ റേറ്റ് എഴുതി വെച്ച കണ്ടില്ലേ. കണ്ണടക്ക വെറും 50 രൂപ. പിന്നെ ബെൽറ്റൊക്കെ 50 രൂപ 100 രൂപ അങ്ങനെ പല റേറ്റിനുള്ളതും കിട്ടും. ഇവിടെയും നല്ല തിരക്കാട്ടോ. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എവിടെ ഓഫർ ഉണ്ടോ അവിടെ മലയാളി ഉണ്ട് എന്നാണല്ലോ. ടർക്കി വാങ്ങണം. ചെറുതാ മുഖം തുടക്കാ. ഇത് 300. ഇതൊക്കെ ചെരുപ്പ് ഇതാ 169 റുപ്യ. പാൻറ് ഇതാവട്ടാ. ഈ വൈറ്റോ ഇതിനൊക്കെ എത്ര ആയിരുന്നു? 500. ലാഭല്ലേ. നല്ല പാൻറ്റാണ് ഗൈസ്. 500 രൂപയുള്ളത്. അല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത്ര പാൻറ് വാങ്ങണമെന്നുണ്ട്. പക്ഷെ ഇപ്പം കയ്യിൽ പൈസയില്ല ഗൈസ്. അതിനെത്ര? 500 വേണ്ടത് തപ്പത്ത്. അതിൻ്റെ നമ്പറാണ്. ഇവിടെ നമുക്ക് വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം പകുതി റേറ്റിന് കിട്ടും. അപ്പം നിങ്ങൾ കാലിക്കറ്റ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ SM സ്ട്രീറ്റിൽ വരുമെങ്കിൽ ഈ സൺഡേ മാളും കൂടി ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഏറ്റവും മുകളിലത്തെ പൊതുപ്പിനെത്ര?
ബ്രോ അറ്റ മോളത്തെ ബസ് 250 850 ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ മറന്നുപോയത് മാത്രമല്ല അതിനെ പറ്റിയൊരു സിറ്റുവേഷനും ഇല്ലായിരുന്നു. പിന്നെ ആ തിരക്കിൻ്റെ ഇടയിലൊന്നും അതിനുള്ള ടൈമും കിട്ടിയില്ല. ഞങ്ങൾ അതിലങ്ങനെ ബീച്ചിലൂടെയൊക്കെ കറങ്ങി ഫുൾ അങ്ങനെ ആ ഒരു മൂഡിൽ അങ്ങോട്ട് പോയി. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ കാര്യമായിട്ട് ടൗണിൽ പോയിട്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്തില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ എത്ര മിനിറ്റ് ലെങ്ത് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. ബൈ.